തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ആ പഴയ മൻമോഹൻ ബംഗ്ലാവിന്റെ പേര് കേട്ടാൽ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇന്നും ഒരു നെഞ്ചിടിപ്പാണ്. ഒരുതരം അജ്ഞാതമായ ഭയമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ താമസിക്കാൻ പോയ പ്രമുഖരായ നേതാക്കൾക്കൊന്നും ആ കസേരയിൽ അധികകാലം തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ ഭീതിക്ക് ഒരു മാറ്റവുമില്ല. പുതിയ മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഈ വീട് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയപ്പോൾ അവസാനം നറുക്കുവീണത് പുതുമുഖമന്ത്രിയായ ഒ ജെ ജനീഷിനാണ്. ശരിക്കും എന്താണ് ഈ ബംഗ്ലാവിന് പിന്നിലെ ആ രഹസ്യം? അവിടെ താമസിച്ച വമ്പന്മാർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ലീഡർ കെ കരുണാകരന്റെ കാലം തൊട്ടാണ് ഈ ബംഗ്ലാവിനെ കുറിച്ച് ഇത്തരം കഥകൾ പ്രചരിച്ചു തുടങ്ങുന്നത്. 1977 കരുണാകരൻ ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ താമസിക്കാൻ തെരഞ്ഞെടുത്തത് ഈ മൻമോഹൻ ബംഗ്ലാവായിരുന്നു. എന്നാൽ ആ കസേരയ്ക്ക് വെറും ഒരൊറ്റ മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രാജൻ കേസിന്റെ രൂപത്തിൽ ലീഡർക്ക് പണികിട്ടി. അധികാരമേറ്റ് കൃത്യം 1 മാസം തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഈ മന്ദിരത്തിലേക്ക് എത്തിയത് സാക്ഷാൽ ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു. ഈ പറയുന്ന ശാപത്തിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നെങ്കിലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ അദ്ദേഹം വലിയ വാസ്തുപൂജകളൊക്കെ നടത്തിയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ബംഗ്ലാവിന്റെ മെയിൻ ഗേറ്റ് മാറ്റി സ്ഥാപിച്ചു. ചില വാതിലുകളുടെയും ജനലുകളുടെയും സ്ഥാനങ്ങൾ വരെ മാറ്റിപ്പണിതു. എന്നിട്ടെന്തായി? വിധി അവിടെയും വില്ലനായി. ആ പ്രസിദ്ധമായ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം തെറിച്ചു. ചരിത്രം അവിടെയും അവസാനിക്കുന്നില്ല. പിന്നീട് ഇവിടെ താമസിച്ച മന്ത്രിമാരായ ടി.യു. കുരുവിളയ്ക്കും മോൻസ് ജോസഫിനുമൊക്കെ കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജകുമാരി ഭൂമിയുടെ പാട് വിവാദത്തിലാണ് കുരുവിളയ്ക്ക് കസേര നഷ്ടപ്പെട്ടതെങ്കിൽ പി.ജെ. ജോസഫ് മടങ്ങി വന്നതോടെയാണ് മോൻസ് ജോസഫിന് പാതി വഴിയിൽ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നത്. മുൻപ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ താമസിച്ചെങ്കിലും ഈ മന്ദിരം നവീകരിക്കുന്നതിൽ വലിയ ധൂർത്ത് നടക്കുന്നുവെന്ന പേരിൽ കടുത്ത വിവാദം ഉയർന്നതോടെ അദ്ദേഹത്തിനും താമസം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഈ വീട് ചോദിച്ചു വാങ്ങിച്ചവരുമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു അങ്ങനെ അവിടെ എത്തിയ ഒരാളാണ്. അതോടെ ആ ബംഗ്ലാവിന്റെ ശാപം മാറിയെന്ന് പലരും കരുതി. എന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആന്റണി രാജുവിനും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപുള്ള അദ്ദേഹത്തിന്റെ ആ പഴയ തൊണ്ടിമുതൽ കേസും ഹൈക്കോടതിയിൽ വീണ്ടും കുത്തിപ്പൊങ്ങി. ശാപം മാറ്റാൻ വന്ന ആന്റണി രാജുവിനും അവസാനം 8ന്റെ പണി തന്നെയാണ് കിട്ടിയതെന്ന് ചുരുക്കം. തോമസ് ഐസക് ഇവിടെ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രാഷ്ട്രീയ ഗ്രാഫ് താഴേക്കാണ് പോയതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. ഈ ഒരു ഭയപ്പെടുത്തുന്ന ചരിത്രമുള്ളതുകൊണ്ടാണ് ഇത്തവണ സതീശൻ സർക്കാരിലെ മന്ത്രിമാരൊക്കെ പരമാവധി സേഫ് ഗെയിം കളിച്ച് ഈ ബംഗ്ലാവിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. ആർക്കും ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോഴാണ് ജനീഷ് ഇവിടേക്ക് വരുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ മന്ത്രിമാർക്ക് ഇത്രയും പേടിയുള്ള ഈ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും മോടി പിടിപ്പിക്കുന്നതിനുമായി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 81 ലക്ഷത്തിലധികം രൂപയാണ്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നവീകരണ ചരിത്രമുള്ള കാലാകാലങ്ങളായുള്ള ഈ ശാപം മാറ്റാൻ പുതിയ താമസക്കാരന് കഴിയുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഈ മൻമോഹൻ ബംഗ്ലാവിന്റെ ശാപത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം.